ഇന്ത്യയുടെ പരിച്ഛേദമായ മട്ടാഞ്ചേരിയിൽ എല്ലാമുണ്ട്. മട്ടാഞ്ചേരിയിൽ തണലിൻ്റെ ഒരു സ്പെഷ്യൽ സ്കൂൾ മുമ്പിലാണ് ഞാനുള്ളത്. തണൽ കൃപ സ്പെഷ്യൽ സ്കൂൾ നമുക്കൊന്ന് കാണാം. അഷ്റഫ് ക, ഈ മട്ടാഞ്ചേരിയിലെ സ്കൂളിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് എന്താണ് പറയാനുള്ളത് ഈ ഒരു സ്ഥാപനം? ഞങ്ങളെ 2023 മാർച്ച് 9 ഈ സ്കൂളിലൂടെ ആരംഭിച്ചത്. കൃപ തണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. 22 കുട്ടികളുമായി ഭിന്നശേഷിക്കാരായ 22 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻ്ററാണ് ഞങ്ങൾ ആരംഭിച്ചത്. ഇന്നിപ്പോൾ ഇത് ദൂരപ്പെട്ട് ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് വന്നു. കൂടുതൽ കുട്ടികൾ ഇപ്പോൾ 42 കുട്ടികൾ ഈ സെൻ്ററിൻ്റെ സേവനത്തിൽ കഴിയുന്നുണ്ട്. ഇത് വിപുലപ്പെടുത്താനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ സ്ഥാപനം പാലസ് റോഡിലേക്ക് മാറുകയാണ്. പാലസ് റോഡിലേക്ക് മാറുകയാണ്. 35,000 രൂപ വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്തിട്ട് അതുകൊണ്ട് മാറുകയാണ്. മിക്കവാറും ഞങ്ങൾ ഒക്ടോബർ 2-ാം തീയതി അവിടെ പ്രവർത്തനം ആരംഭിക്കും. ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ ഒരു സ്ഥാപനം 2.5 വർഷം കൊണ്ട് വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ പാലസ് റോഡിലെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നു. ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു സപ്പോർട്ട് ഇതിനാവശ്യമാണ്. ഇങ്ങനെയുള്ള മക്കൾ ഇത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ എത്തിക്കണം. ഇവിടെയുള്ള രക്ഷിതാക്കളോട് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഈ സ്കൂൾ അവർക്ക് നൽകിയ സന്തോഷം എന്ന്. കമാൺ. എൻ്റെ മോന് സെർബിൾ പാൽസിയാണ്. എൻ്റെ മോൻ നടക്കൂലായിരുന്നു. ഇവിടെ ഈ കൃപ തണലിൽ വന്നുകൊണ്ടിട്ടാണ് എൻ്റെ മോനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് അവൻ കിടന്ന കിടപ്പിലായിരുന്നു. ആ ഇതിലാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ മോൻ നല്ല പോലെ ഒന്ന് ശരിക്കും ഇരിക്കാൻ തുടങ്ങി, എല്ലാവരെയും മനസ്സിലാക്കാൻ തുടങ്ങി. ഇവിടുത്തെ ഫിസിയോതെറാപ്പി ആണെങ്കിലും നല്ല ഇതിൽ എല്ലാം ചെയ്തതുകൊണ്ട് എൻ്റെ മോനിക്ക് കഴുത്തൊക്കെ ഇങ്ങനെ നീച്ച്, പിന്നെ അവനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവും. ഉമ്മാന്ന് വിളിക്കാൻ തുടങ്ങി. എന്തെങ്കിലും കണ്ടാൽ ഇപ്പോൾ റിമോട്ടാണെങ്കിലും എന്ത് കണ്ടാലും അത് എടുക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാൻ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം കുറച്ച് സപ്പോർട്ട് അവൻ തന്നിട്ട് പിന്നെ കസേരയിലാണെങ്കിൽ കയറി ഇരിക്കാൻ പറഞ്ഞാൽ നടുപൊക്കി ഇരിക്കാൻ തുടങ്ങി.